മീരക്കുട്ടിക്ക് ഒരു കാര്യം അറിയാം. മീരക്കുട്ടി എന്താ പറഞ്ഞ്? ഗാന്ധിയെ 10-75 വർഷമായി ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരെന്നല്ലേ. മീരക്കുട്ടിക്ക് ഒരു കാര്യം അറിയും. ഗാന്ധിയുടെ ചിത്രം, ഗാന്ധിയുടെ ടാറ്റു എന്റെ ചങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ചങ്കിലില്ല, പക്ഷെ ഇനി ചങ്കി കുത്തും ഈ സതീശേട്ടൻ. മാത്രമല്ല എന്താ പറഞ്ഞ്? ഗാന്ധിസവും ഗാന്ധിയുടെ ആത്മാവും ഒക്കെ തുടച്ചു നീക്കാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണെന്നല്ലേ. സത്യത്തിൽ ഞങ്ങൾ ഗാന്ധിക്കെതിരെ പറയുന്നവർക്കെതിരെ രംഗത്ത് വരുന്ന ആളുകളാണ്. സത്യമായിട്ടും ഒരു കാര്യം അറിയും, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മീരക്കുട്ടിക്ക് അറിയൂ. മതേതര മൂല്യങ്ങൾ ഈ സതീശേട്ടനും സംഘവും ഉയർത്തി പിടിക്കുന്നതുകൊണ്ടാണ്. സത്യമായിട്ടും വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. നമസ്കാരം. കഴിഞ്ഞ ദിവസം KR മീര കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹിന്ദു മഹാസഭ മീററ്റിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഗാന്ധിസവും ഗാന്ധിയുടെ ആത്മാവും തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ പത്രക്കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10-75 വർഷമായി കോൺഗ്രസും അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് പോലും നടന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നിരവധി ലൊട്ടിലൊടുക്ക് നേതാക്കളൊക്കെ പ്രതികരിച്ചു. അവസാനം ആ കുഴിയിൽ, അതായത് KR മീര പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് KR മീരയ്ക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം VD സതീശൻ ഉണ്ടാക്കി കൊടുത്തു. KR മീരയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം രേഖപ്പെടുത്തി VD സതീശൻ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ ഇതിൽ വാർത്ത ചെയ്തതാണ്. അപ്പോ അങ്ങനെ രംഗത്തേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? KR മീര പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് VD സതീശൻ തുറന്നു സമ്മതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രീതിയിൽ KR മീര പറഞ്ഞ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താനോ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനോ VD സതീശന് കഴിഞ്ഞില്ല. ഒരു 1.5 എഴുത്തെഴുതിയെങ്കിലും അതിൽ മുഴുവൻ കാണാൻ സാധിച്ചത് പുകമറ സൃഷ്ടിക്കലും സ്വയം വെള്ളപൂശലുമാണ്. എന്നാൽ KR മീര ഉയർത്തിയ വിമർശനത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഒപ്പം കോൺഗ്രസ് എങ്ങനെയാണ് ട്രാപ്പിലായത്? അതായത് പഞ്ചാബ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ആയിട്ടുള്ള JD ഗോസ്ലെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സവർക്കറെ അറിയാമല്ലോ, സവർക്കറെ വിചാരണ കോടതി വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ വെറുതെ വിട്ട സാഹചര്യത്തിൽ JD ഗോസ്ലെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നുണ്ട്, വിചാരണ കോടതിയുടെ വിധിക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു അപ്പീല് പോകാത്തത്, അപ്പീൽ ഫയൽ ചെയ്യാത്തത്? കാരണം സവർക്കർ ഇതിൽ പങ്കാളിയാണ് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ദൃക്സാക്ഷികളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സവർക്കർക്കെതിരെ പോരാടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും കോൺഗ്രസ്സുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നെഹ്റു മന്ത്രിസഭയിൽ ആ സമയത്ത് നമുക്കറിയാം, അതായത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭയുടെ അക്കാലത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ നിലപാടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നവർക്കെതിരെ ആ സമയത്ത് അതിന്റെ പങ്കാളിയായ സവർക്കർക്കെതിരെയൊക്കെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് വരാതിരുന്നത് എന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഗാന്ധിസവും ഗാന്ധിയുടെ ആദർശവും ഒക്കെ അങ്ങ് ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടണം എന്നുള്ളത് RSSന്റെയും സംഘപരിവാറിന്റെയും മാത്രം അജണ്ട അല്ലായിരുന്നു എന്ന കാര്യം നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഇതാരാണ് ഈ പറയുന്ന ഈ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ആരാണ്? VD സതീശനാണ്. ഈ VD സതീശനല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗോൾവാക്കറുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾവാക്കറുടെ ചിത്രത്തിന് താഴെ ഒരു വിളക്ക് കത്തിച്ച് നടുകുനിച്ച് ഒരു നാണവും മാനവും ഇല്ലാതെ നിന്നത് ഓർക്കുന്നില്ലേ? ആരാണ് ഗോൾവാക്കർ? കോൺഗ്രസിന്റെ നേതാവാണോ? ഗാന്ധിയെ വധിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമം നടത്തിയപ്പോൾ നടുക്ക് കയറി നിന്ന് ഗാന്ധി വെടിവെച്ചു പോലെ ഞാൻ സമ്മതിക്കില്ല, എന്നെ വെടിവെച്ചോ എന്ന് പറഞ്ഞ വ്യക്തിയാണോ? അല്ലല്ലോ. ഗോൾവാക്കർ ആരാണ്? ഗോൾവാക്കർ മഹാത്മാഗാന്ധിക്കെതിരെ ഒരു അതായത് കൊലപ്പെടുത്തണം എന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തിയ, കൊലവറി പ്രസംഗം നടത്തിയ വ്യക്തിയാണ്. മാത്രവുമല്ല, ഗോൾവാക്കർ ആരാണ്? ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അതായത് മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വധിക്കുന്ന സമയത്ത് RSSന്റെ സർസംഘചാലകായിരുന്നു ഈ പറയുന്ന ഗോൾവാക്കർ. ആ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി നിന്നാണ് ഏത് ഞങ്ങൾ ഗാന്ധിക്കൊപ്പമാണ്, ഞങ്ങൾ ഗാന്ധിസവും ഗാന്ധിയുടെ ആത്മാവും ഒക്കെ തകർക്കാൻ വരുന്ന ആളുകൾക്കെതിരാണെന്നൊക്കെ പറയുന്ന VD സതീശൻ പോയി ആ നിലവിളക്ക് തീ കൊളുത്തി ഒരു നാണവും ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കൈകൂപ്പി നിന്ന് ഗോൾവാക്കർക്ക് വേണ്ടി സംസാരിച്ചത്. ആ സതീശനാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് ഇടയായ സാഹചര്യം എന്താണെന്ന് അറിയാമോ? മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്ന്. ഗോൾവാക്കറുടെ ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണോ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത്? ഇതേ ഗോൾവാക്കറല്ലേ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെയൊക്കെ വർഗീയത തുപ്പുന്ന ഒരു വർഗീയവാദിയായ വർഗീയ വിഷജന്തുവായ
ഗോൾ വാക്കറിന്റെ ഒക്കെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് VD സതീശൻ വലിയ രീതിയിലുള്ള ഗീർവാണം അടിച്ചിട്ട് ഇവിടെ വന്ന് മതനിരപേക്ഷ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് സതീശ. മാത്രവുമല്ല VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് VD സതീശനെ തെരഞ്ഞെടുത്തു? അതായത് RSSന്റെ പല നേതാക്കളെ കിട്ടും, BJPയുടെ നേതാക്കളെ കിട്ടും, അങ്ങനെ ഒരുപാട് നേതാക്കളെ കിട്ടും. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഗോൾവാക്കറുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും മിടുക്കൻ, യോഗ്യൻ അത് VD സതീശനാണെന്ന നിഗമനത്തിലേക്ക് എങ്ങനെ അവർ എത്തപ്പെടുന്നു? അങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ എനിക്കത് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല? അപ്പൊ അദ്ദേഹം ഈ പറയുന്ന പോലെ പരിപാടിയിൽ പങ്കെടുത്തു. KR മീര പറയുന്നതിൽ എന്താണ് തെറ്റ്? KR മീര പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് ശരിവെപ്പിക്കാൻ സത്യത്തിൽ VD സതീശന്റെ പ്രതികരണം കൊണ്ട് സാധിച്ചു എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രവുമല്ല ഇന്ന് എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് KS സുധാകരൻ എന്താണ് പറയുന്നത്? ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് എന്നല്ലേ പറയുന്നത്. ഞാൻ എപ്പോ വേണമെങ്കിലും BJPയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമല്ലോ. മോദി സർക്കാരിനൊപ്പം നിന്ന് നമ്മുടെ സർക്കാരിനെ, നമ്മുടെ കേരളത്തിലെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു സംഖ്യ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം, അല്ലെ? ആ സമയത്തൊക്കെ സുധാകരൻ സ്വീകരിച്ച നിലപാട് എന്താണ്? സുരേന്ദ്രൻ നിലപാട് തന്നെ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഒരേ നിലപാടല്ലേ അവർ കാണിച്ചത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള ഇവിടെ ഒരു സമരം ആഞ്ഞടിച്ചു, അല്ലെ? ആ സമയത്ത് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? നേരം വെളുക്കട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. നേരം വെളുത്തു, മാധ്യമങ്ങൾ അതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇതുവരെ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ എന്താണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച നിലപാട്? പിണറായി വിജയൻ സർക്കാരിനോട് ചോദിച്ചു കേട്ടോ മാധ്യമപ്രവർത്തകർ, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാടെന്ന്. അത് ഈ സംസ്ഥാനത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയോട് പറഞ്ഞ മിസ്റ്റർ നരേന്ദ്രമോദി, ഈ നിയമം ഇവിടെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. ഇത് ഭരണഘടനാ ലംഘനമാണ് എന്ന് നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഓർക്കണം. അതുപോലും നോക്കാതെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചു പിണറായി വിജയൻ സർക്കാർ. അപ്പോഴും VD സതീശനും VD സതീശന്റെ പാർട്ടിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടും ഉണ്ടായില്ല എന്നതും എടുത്തു പറയണം. അവരാണ് പറയുന്നത് ഞങ്ങൾ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആളുകളാണെന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് കുറച്ചു വർഷം പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടെന്നേ. സർവമത സാഹോദര്യം എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചിട്ടുണ്ടോ ഇവർ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നും ബാബരി മസ്ജിദ് അവിടെ ഉണ്ടാകുമായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി നിശബ്ദമായിട്ട് പിന്തുണച്ചതാരാണ്? അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അല്ലേ? അന്ന് അദ്ദേഹം ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇന്ന് അവിടെ അയോധ്യയിൽ ബാബരി മസ്ജിദ് ഉണ്ടാകുമായിരുന്നു. അപ്പോ ഇവിടെ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ടതും ഇവിടെ ഈ പറയുന്ന ഹിന്ദുവിനെയും മുസൽമാന്മാരെയും അടിപ്പിക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ചതും വർഗീയത തുപ്പിയതും ഒക്കെ നിങ്ങൾ കൂടിയാണ്. സംഘപരിവാറും കോൺഗ്രസും രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മൾ കാണുകയാണ്. നിങ്ങളുടെ അജണ്ടയായിരുന്നു ബാബരി മസ്ജിദ് പൊളിക്കുക എന്നുള്ളത്, അല്ലാതെ സംഘപരിവാറിന്റെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അന്ന് ആ വിഷയത്തിൽ നരസിംഹറാവു ഇങ്ങനെയുള്ള സ്റ്റാൻഡ് സ്വീകരിക്കില്ലായിരുന്നു. നിങ്ങൾ പണ്ട് മൂർച്ച കൂട്ടിയത് ഇന്ന് ഒന്നുകൂടി മൂർച്ച കൂട്ടി ഈ പറയുന്ന സംഘപരിവാറുകാർ ഇന്ന് നടക്കുന്നു, അവർ ആയുധം പ്രയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അവർക്ക് ഏത് ആയുധം പ്രയോഗിക്കണമെന്ന് കാണിച്ചു കൊടുത്ത ഒരു പക്ഷേ നിങ്ങളാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും KR മീര പൊട്ടിച്ച പടക്കമാണ് ഒന്നൊന്നര പടക്കമെന്ന് പറയാതെ വയ്യ. KR മീര കോൺഗ്രസ്സുകാരുടെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയം വീണ്ടും വലിച്ചു പുറത്തിട്ടിരിക്കുന്നു. KR മീരയെ സംഘിച്ചാപ്പ് കുത്താനും അതുപോലെ തന്നെ KR മീരയെ സഖാത്തിയാക്കാനും ഒക്കെ നടന്ന ആളുകളൊക്കെ സത്യത്തിൽ ഇപ്പോൾ അപഹാസ്യരായിട്ട് നിൽക്കുകയാണെന്ന കാര്യം പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.